അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഇന്ന് ഒട്ടുമിക്ക എല്ലാ മുസ്ലിമീങ്ങളും നോമ്പ് അനുഷ്ഠിച്ചവരാണ്. അനുഷ്ഠിക്കാത്തവരുമുണ്ട്. പല സാഹചര്യങ്ങൾ കൊണ്ടും വയ്യായിക കൊണ്ടുമൊക്കെ അനുഷ്ഠിക്കാത്തവരുണ്ടാവും. എങ്കിലും ഒരുവിധം എല്ലാ ആളുകളും ഇന്ന് നോമ്പുകാരാണ്. ഇന്നത്തെ ദിവസം പ്രാർത്ഥനകളും ദിക്റുകളും തസ്ബീഹുകളും മാത്രമായിട്ട് തന്നെ നിങ്ങൾ കഴിയുക. ഈ ഒരു സുന്നത്ത് നോമ്പിന് തന്നെ എല്ലാ സുന്നത്ത് നോമ്പുകളും അനുഷ്ഠിക്കുന്നവർക്ക് സ്വർഗത്തിൽ വളരെയധികം വലിയ ദറജ അള്ളാഹു താല ഉയർത്തപ്പെടുന്നതാണ്. അവന് നമ്മൾ ആലോചിക്കാത്ത വിധം അള്ളാഹു നമുക്ക് ഈ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നവർക്ക് നന്മകൾ എഴുതപ്പെടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നരകം അള്ളാഹു താല സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നവർക്ക് ഹറാമാക്കുന്നതാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ മിറാജ് നോമ്പ് അനുഷ്ഠിച്ചവർ ഏറ്റവും കൂടുതൽ ചൊല്ലേണ്ട ഒരു ദുആ ആണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം എന്നുള്ളത്. ഈ ഒരു ദിക്റിന് വളരെയധികം വലിയ ചരിത്ര സംഭവം തന്നെയുണ്ട്. നമുക്കറിയാം, അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏഴാം ആകാശത്ത് പോയി ഇസ്രാവും മിഅ്റാജും എല്ലാം കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴി അല്ലാഹു തആല നൽകിയ 50 വക്ത് നിസ്കാരത്തെ ചുരുക്കാൻ പറഞ്ഞത് മൂസാ നബി അലൈഹി സ്വലാമാണ്. നബിയെ, ഇത് നിങ്ങളുടെ ഉമ്മത്തിന് താങ്ങുമോ എന്ന ചോദ്യവും അങ്ങനെ ഒരുപാട് തവണ പോയി വന്നിട്ടാണ് 50 വക്ത് നിസ്കാരത്തെ 5 വക്തായി ചുരുക്കിയത്. ആ ഒരു സംഭവം കഴിഞ്ഞ് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ഉമ്മത്തുങ്ങളോട് മിഅ്റാജിൻ്റെ ദിവസം സ്വർഗത്തിലൊരു വൃക്ഷം നടാൻ പറയണമെന്നുള്ളത്. അവന് സ്വർഗത്തിൽ എങ്ങനെ, ദുനിയാവിൽ നിൽക്കുന്ന നമ്മളെങ്ങനെ സ്വർഗത്തിൽ വൃക്ഷം നടുമെന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് എന്താണ്? ഈ ഒരു ദിക്ർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ഒരു പ്രാവശ്യം നോമ്പുകാരനായി പറഞ്ഞാൽ ആ ഒരു വൃക്ഷം, സ്വർഗത്തിലൊരു വൃക്ഷം നട്ട പ്രതിഫലം അല്ലാഹു തആല നൽകുന്നതാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരുപാട് പ്രതിഫലങ്ങൾ നോമ്പുകാർക്ക് ഉണ്ട്. നോമ്പനുഷ്ഠിച്ച് പ്രാർത്ഥനകൾ വളരെയധികം സ്വീകരിക്കുന്ന ഒരു ദിവസമാണ്. അതല്ലെങ്കിൽ നോമ്പുകാരുടെ പ്രാർത്ഥനയ്ക്ക് വളരെയധികം പ്രതിഫലമുണ്ട്, ഇജാബത്തുണ്ട് എന്നുള്ളത്. നോമ്പ് തുറക്കാൻ സമയമാവുന്ന, തുറക്കുന്നതിന് തൊട്ട് മുമ്പുള്ള പ്രാർത്ഥനകൾ ഒരുപാട്, നമ്മൾ വളരെയധികം ക്ഷീണിച്ച സമയമാണ്. ആ ഒരു സമയത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യുക, നമ്മുടെ കാര്യങ്ങൾ സങ്കടങ്ങളെല്ലാം പറഞ്ഞ് ദുആ ചെയ്യുക. അതുപോലെ തന്നെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. അതുപോലെ നരകത്തിൽ തൊട്ട് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക. ഈ ഒരു പ്രാർത്ഥന വളരെയധികം നല്ല ദുആ ആണ്. അതുപോലെ അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്നുള്ളത് വർദ്ധിപ്പിക്കുക. നമുക്ക് കണ്ണുകൊണ്ട് പോലും ആ ഒരു നരകത്തെ അല്ലാഹു തആല കാണിച്ചു തരാതിരിക്കട്ടെ. ഈ ഒരു ദിവസം അള്ളാഹുവിനോട് നമുക്ക് മനമുരുകി പ്രാർത്ഥിക്കാം. നമ്മുടെ ആവശ്യങ്ങൾ ദുനിയാവിലുള്ളതാണെങ്കിലും ആഖിറത്തിലുള്ളതാണെങ്കിലും നമുക്ക് ചോദിക്കാം നോമ്പുകാരനായിട്ട്. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും ദുആകൾ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.